നിഷ്കാരങ്ങളെ എടാ അത് നമ്മുടെ കൂടെ പഠിച്ച കുട്ടിയാ, ഇക്ബാൽ മാഷിന്റെ മോള്. കുഞ്ഞാപ്പൂ പെണ്ണ് തരക്കേടില്ല കേട്ടോ. അപ്പൊ പിന്നെ ഒന്നും ആലോചിക്കാനില്ല. അവരുടെ ഇരിപ്പ് കണ്ടിട്ട് എല്ലാം തീരുമാനിച്ചുറപ്പിച്ച മട്ടാ. ആ ദേ വന്നല്ല ഉമ്മടെ പുയ്യാപ്പള. എടാ ഞാൻ ഒന്ന് പറയട്ടെ. ജഹാംഗീറിന് എന്നെ ഓർമ്മയുണ്ടോ? പിന്നെ എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ പേരെന്ന് പറഞ്ഞേ. ഖദീജ, അല്ല കബർനിസ. അല്ല ആ കുട്ടി ഓനെ എന്ത് ഗീർന്നാ വിളിച്ചത്? ജഹാംഗീർന്ന് അവന്റെ സ്കൂളിലെ പേര്. പണ്ടാറടങ്ങാ ഇതൊന്നും നേരത്തെ പറയണ്ടേ? ഈ ലാസ്റ്റ് അവസാനം ആലോചിച്ച പെണ്ണ് പോലും പേരിന് പരിഷ്കാരം പോരാന്ന് പറഞ്ഞാ മാറിയത്. ഈ കുഞ്ഞാപ്പൂ കുഞ്ഞാപ്പൂന്ന പേരില്ലേ ഒരു ബെടക്ക് പേരാന്നേ. ചന്ദ്രല്ലേ? ചന്ദ്രന് നല്ല മാറ്റണ്ട്. അതെങ്ങനെ മാറാതിരിക്കും? ഈ ചന്ദ്രനെ എനിക്ക് അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ലല്ലോ. മാഷേ നമ്മുടെ കാഞ്ഞിരത്തുമെന്ന് വീണ് മരിച്ച ശിവരാമൻ നായരില്ലേ, നമ്മുടെ കച്ചേരിപ്പള്ളിക്ക് ചായക്കളർത്തിട്ട് പാലിൽ വെള്ളം ചേർത്തതിന് പോലീസുകാർ പിടിച്ചിട്ട് പോയാ. നിങ്ങളുടെ കാഞ്ഞിരത്തെന്നല്ല, ഞങ്ങളെ സ്വന്തം കാഞ്ഞിരത്തെന്നാ വീട് മരിച്ചത്. എന്റെ അച്ഛന്റെ കാര്യമാണ് പറയുന്നത്. അതിനുശേഷം ഞങ്ങളുടെ കുടുംബത്തിൽ എത്ര പേര് കട്ടിലെ കിടന്ന് ഡീസന്റ് ആയിട്ട് മരിച്ചു. അതിൽ ഒരാളുടെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്താൻ പാടില്ലായിരുന്നോ? ഈരാനിക്കായ്ക്ക് ചവണക്കാരായ കൗസല്യ ടീച്ചറിന്റെ കൊച്ചുമോനാ അല്ലേടാ കുഞ്ഞാപ്പൂ. ഓരോരോ അതിശയങ്ങളെ ഇവന്റെ കുടുംബത്തിലുണ്ട് ഒരു ടീച്ചർ. പിന്നെ കുഞ്ഞാപ്പൂ ഈ വരുന്ന 17 നിക്കാഹ്. അയ്യോ അത് പിന്നെ മാഷെ, ഞാൻ ബീരാനിക്കോട് വിവരങ്ങളൊക്കെ പറഞ്ഞിരുന്നു. എനിക്ക് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കണം. ഇവ പണ്ട് എങ്ങനെയാ നിക്കാഹ് കേട്ട ഓൻ ബേജാറാവും. ആ മാഷ അറിയിക്കോളി ഒത്തിരി ശ്രമങ്ങളുള്ളല്ലേ. അത് മാഷെ അല്ല, ഇവിടുത്തെ ഒരു അവസ്ഥ. കുഞ്ഞാപ്പൂ അത് അതെ, ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കൂല. എനിക്ക് സമ്മതമാണെന്ന് പറയുമ്പോ ഓരോ മോളുടെ കല്യാണം കഴിച്ചു വിടുന്നതിന് ഈ എന്തിനെതിര് പറയണ കുഞ്ഞാപ്പൂ? ഞാൻ കിട്ടൂല. ഇന്നോട് കേട്ടാൻ ആര് പറഞ്ഞു? അപ്പൊ പുതിയാപ്പിള ഞാനല്ലേ? നീ ആദ്യം നിന്റെ പേര് മാറ്റേ കുഞ്ഞാപ്പു. എടാ മാഷിന്റെ മോളെ നിക്കാഹ് നിന്നെ ക്ഷണിക്കാൻ വന്നതാ. ഓ, കല്യാണം വിളിക്കാൻ വന്നാണല്ലേ? ഞാൻ വിചാരിച്ചു കല്യാണം കഴിക്കാൻ വന്നാണ്.